ആഗമനകാലം 2-ാം ഞായർ. ലൂക്ക 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിലൂടെ മനുഷ്യകുലത്തിനും ലഭിച്ച മംഗളവാർത്തയുടെ പശ്ചാത്തല വിശദീകരണത്തോടുകൂടിയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. എന്ന്, എവിടെ വെച്ച്, ആരോട് മംഗളകരമായ ഒരു വാർത്ത അറിയിച്ചു എന്നതാണ് പശ്ചാത്തല വിശദീകരണമായി സുവിശേഷകൻ നൽകുന്നത്. പ്രതിശ്രുത വരൻ്റെ പേരോട് ബന്ധപ്പെടുത്തിയാണ് മറിയത്തെ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത്. 6-ാം മാസം വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗബ്രിയേൽ മാലാഖ സ്വയം പരിചയപ്പെടുത്തുന്നില്ല. ഇവിടെ സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്നുണ്ട്. സ്വർഗവും ഭൂമിയും തമ്മിൽ അത്ര അകലം ഒന്നുമില്ലെന്ന് തോന്നും ദൈവദൂതൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ. 6 മാസം മുമ്പ് നടന്ന മറ്റൊരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തിയാണ് മറിയത്തെ അറിയിക്കുന്ന മംഗളവാർത്തയ്ക്ക് സുവിശേഷകൻ പശ്ചാത്തലമൊരുക്കുന്നത് 6-ാം മാസം എന്ന വാക്കിലൂടെ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന ധ്വനിയുണ്ട് ഈ പശ്ചാത്തല വിശദീകരണത്തിൽ. സ്വർഗത്തിന് അറിയപ്പെട്ടവളും വേണ്ടപ്പെട്ടവളുമാണ് മറിയം. നന്മ നിറഞ്ഞവളെ അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളെ എന്ന മറിയം എന്ന പേര് ചൊല്ലിയുള്ള അഭിസംബോധനയിൽ നിന്നും അത് വ്യക്തമാണ്. അതിനുള്ള കാരണമായിരിക്കാം ദൂതൻ പറയുന്നത് കർത്താവ് നിന്നോടുകൂടെ എന്ന്. കരുണ നിറഞ്ഞവൾ എന്നതിൻ്റെ വിശദീകരണവും അതിലുണ്ട്. കർത്താവ് കൂടെയുള്ളതുകൊണ്ടാണ് അവൾ കരുണ നിറഞ്ഞവളാകുന്നത്. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തുടർന്നുള്ള വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. മറിയത്തെ ദൂതൻ പേര് ചൊല്ലി വിളിക്കുന്നു. ഗർഭവതിയാകാൻ അവൾക്ക് പ്രായമായി എന്ന അംഗീകാരത്തോടു കൂടിയാണ് ദൂതൻ അവളോട് പറഞ്ഞിരുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് വിളിക്കണം. ഏതാണ്ട് സ്വർഗത്തിൽ വെച്ച് തന്നെ തീരുമാനമെടുത്ത കാര്യമാണ് ദൂതൻ അവളെ അറിയിക്കുന്നത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേര് പോലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിന് സ്വർഗവുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന വാക്കുകളാണ് തുടർന്നുള്ളവ. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും. അതാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം. ദൈവം അവൻ വാഗ്ദാനത്തിൻ്റെ പുത്രനെന്നും അറിയപ്പെടും. തലമുറകളെ ബന്ധിപ്പിച്ച് പൂർത്തിയാക്കുന്ന അവസാനത്തെ കണ്ണിയായിരിക്കും അവനെന്ന് തുടർന്നുള്ള വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. ദൈവ പദ്ധതിയാണത്. മറിയത്തിൻ്റെയോ അവളുടെ പ്രതിശ്രുത ഭർത്താവിൻ്റെയോ അനുവാദത്തിന് കാത്തിരിക്കാത്ത ഒരു ദൈവനിശ്ചയമായിരുന്നു മാലാഖ മറിയത്തെ അറിയിച്ചത്. അതുതന്നെ പിന്നീട് യോസഫിനെയും അറിയിക്കുന്നുണ്ട്. മത്തായി 1:20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ. ഒരു കുഞ്ഞ് ജനിക്കാൻ പുരുഷ പങ്കാളിത്തവും സഹകരണവും ആവശ്യമാണെന്ന് അറിയാവുന്ന മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിലൂടെ ദൈവത്തിൻ്റെ വഴി തുറന്നു കാട്ടണമേ എന്ന് ദൂതനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവഹിതത്തോട് ഉണ്ടായിരിക്കേണ്ട വിധേയത്വത്തെ വിട്ടുകളയാതെ അറിവിൻ്റെ വഴി തുറന്നു തരണമേ എന്ന് അവൾ അപേക്ഷിക്കുകയാണ്. ദൈവദൂതൻ അവളിൽ നിന്നും അനുവാദം തേടുകയായിരുന്നു എന്നൊരു വ്യാഖ്യാനത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം ദൈവനിശ്ചയം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുക മാത്രമാണ് അവൾ ചെയ്തത്. ഇവിടെ ദൂതൻ ദൈവിക സത്യയെയും വ്യക്തിത്വങ്ങളെയും വെളിപ്പെടുത്തി ആഴമായ ഒരു ഉൾക്കാഴ്ച അവൾക്ക് നൽകി. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. എല്ലാ സൃഷ്ടികർമ്മങ്ങൾക്കും പിന്നിലും ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ലോകസൃഷ്ടിയുടെ ആരംഭത്തിനും അതുതന്നെയാണ് സംഭവിച്ചതെന്നതിന് സൂചനയുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2:7. ദൈവമായ കർത്താവ് പൂഴിമണ്ണി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുക്കുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ജലത്തിന്മേൽ ചലനാത്മക സാന്നിധ്യമാകുന്ന ദൈവത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ഇവിടെ സൂചനയുണ്ട്. ഉൽപ്പത്തി 1:2. ദൈവത്തിൻ്റെ അരൂപിയായിരിക്കും യേശുവിൻ്റെ പിറവിക്ക് പിന്നിലുമെന്ന് മാലാഖ വ്യക്തമാക്കുകയാണ് ഇവിടെ. അസാധ്യമായി ഒന്നുമില്ലെന്ന് മറിയത്തെ ബോധ്യപ്പെടുത്തുവാൻ എലിസബത്തിന് വാർദ്ധക്യത്തിലും വന്ധ്യതയിലും ലഭിച്ച ഗർഭധാരണത്തിൻ്റെ അനുഗ്രഹം ഒരു ഉദാഹരണമായി അവളുടെ മുന്നിൽ വെക്കുകയാണ് ദൈവദൂതൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ മറിയം തലകുനിച്ചു. മനസ്സിനെ ദൈവഹിതത്തിന് മുമ്പിൽ സമർപ്പിച്ചു. വചനത്തെ ഉപാസിച്ച് അവൾ വചനത്തിന് പ്രത്യുത്തരം നൽകി. നിൻ്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. ആ നിമിഷം തന്നെ വചനം മാംസമായി തുടങ്ങി. വചനം അങ്ങനെ പ്രവൃത്തിപഥത്തിലേക്ക് നീങ്ങി. ആദ്യ സൃഷ്ടി നടത്തിയ വചനം തന്നെയാണ് ഇവിടെ ദൃശ്യരൂപം സ്വീകരിക്കുവാൻ തുടങ്ങിയത്.
അവധാനതയോടെ ധ്യാനപൂർവം ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ലഭിച്ച വ്യക്തതയാണ് ഞാൻ ഇതുവരെ നിങ്ങളുമായി പങ്കുവച്ചത്. ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്തക്കാലം രണ്ടാം ഞായറാഴ്ച കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ആഗമനകാലത്ത് മംഗളവാർത്തയുമായി ഒരു കടന്നുവരലുണ്ട്. ആരൊക്കെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. സദ്വാർത്ത അറിയിച്ചുകൊണ്ട് ആരൊക്കെയോ കടന്നു വരുന്നു. എല്ലാം ചലനാത്മകമാണ്. കടന്നു വരുവാൻ സമയമെടുക്കും. കടന്നു വരുന്നതിന് വ്യക്തിയായാലും സംഭവമായാലും നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പിൽ പ്രത്യാശയുണ്ട്. സമയമാണ് കാത്തിരിപ്പിൽ മുഖ്യ കഥാപാത്രം. എന്നാൽ സമയത്തിന് വ്യക്തിത്വമില്ല. സമയം കടന്നു വരുന്നവർക്കുള്ള വഴിയാണ്. കർത്താവിന് വഴി ഒരുക്കുവാനാണ് ഞാൻ വന്നതെന്ന് യോഹന്നാൻ പിന്നീട് പറഞ്ഞത് ഇവിടെ അനുസ്മരിക്കാം. വഴി ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുവെങ്കിലും അത് നിശ്ചലമാണ്. സമയം നിശ്ചലമാണോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. സമയത്തിൻ്റെ നിർവചനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ കടന്നു വരുന്നവൻ്റെയും കാത്തിരിക്കുന്നവൻ്റെയും ഹൃദയമാണ് ചലനാത്മകമായ യാഥാർത്ഥ്യം. ഹൃദയത്തിൻ്റെ ഇറങ്ങിച്ചെല്ലലാണ് പ്രതീക്ഷയും കാത്തിരിപ്പും. അങ്ങനെയെങ്കിൽ ആഗമനകാലത്തിൻ്റെ കേന്ദ്രഭാവം പ്രതീക്ഷയും കാത്തിരിപ്പുമാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ സദ്വാർത്ത എന്നത് മംഗളവാർത്തയാണ്. മംഗളകരമായ ഒരു വാർത്തയിൽ അപ്രതീക്ഷിതമായ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ അതിശയമുണ്ട്. അസാധ്യമെന്ന് കരുതിയിരുന്നത് സാധ്യമാകുന്നു എന്ന സദ്വാർത്തയാണ് മംഗളവാർത്ത. മംഗളവാർത്തയിൽ സാധാരണത്വമില്ല, ഓർഡിനറിനെസ്. ദാറ്റ് വിച്ച് റെഗുലർലി ഹാപ്പൻസ് ഈസ് ദ ഓർഡിനറി. അസാധ്യമെന്ന് കരുതിയിരുന്ന സാഹചര്യത്തിൽ ഒരു പുതുപ്പിറവി ഉണ്ടാകുമെന്ന് പറയുന്നത് മംഗളവാർത്തയാണ്. വന്ധ്യതയും വാർദ്ധക്യവും മൂലം ഉണങ്ങിപ്പോയെന്ന് കരുതിയിരുന്ന കുറ്റിയിൽ നിന്നും അതിൻ്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടിമുളയ്ക്കും. ഐസയ്യാ 11:1. ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കുറ്റി ഒരു ജനതയാണ്. അതിനാണ് ഒരു പുതുപ്പിറവി ലഭിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതിയും അതുതന്നെയല്ലേ? ഒരു ജനതയെന്ന് വിളിക്കപ്പെടുവാൻ സാധിക്കാത്ത വിധം തനിമ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഒരു ആൾക്കൂട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? സഭയ്ക്ക് പോലും അതിൻ്റെ തനിമയുള്ള ഐഡൻറ്റിറ്റി നഷ്ടമായി പോയിട്ടില്ലേ? ഇവിടെയും ഒരു പുതുപ്പിറവിക്ക് സമയമായില്ലേ? മംഗളവാർത്തയ്ക്ക് ഇവിടെയും പ്രസക്തിയില്ലേ എന്ന ചോദ്യവും പ്രസക്തമാകുകയാണ്. ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന സമൂഹമാണ് ആണോ നമ്മുടേത്? അത് രാഷ്ട്രീയ സമൂഹമായാലും സഭാ സമൂഹമായാലും ഈ ചോദ്യവും ആഗമനകാലത്ത് അടിയന്തരമായി ഉന്നയിക്കേണ്ട ചോദ്യമാണ്. സമയമായോ എന്ന ചോദ്യം. സഖറിയായും എലിസബത്തും എന്ന വൃദ്ധ ദമ്പതികൾക്ക് എന്ന പോലെ മറിയത്തിനും യോസഫിനും അവരുടെ ചെറുപ്പത്തിൻ്റെ പ്രതീക്ഷയിൽ ഒരു തിരുത്തൽ കുറിച്ച വെളിപാടായിരുന്നു അത്. ഒരുപാട് അവ്യക്തതകൾക്കിടയിലാണ് മംഗളവാർത്ത എന്ന് നമ്മൾ പറയുന്ന അത്ര മംഗളകരമല്ല എന്ന് മറിയവും യോസഫും കരുതിയ ഒരു വെളിപാടും ദൈവത്തിൻ്റെ ഇടപെടലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവരുടെ നിയതമായ ജീവിതത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും വഴി മാറ്റിവിടുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൻ്റെ ദിശയും മാറ്റുന്നില്ലേ? അതുവഴി അവരുടെ ജീവിതം ദൈവം നിശ്ചയിച്ച വഴിയിലൂടെയല്ലേ ഇനിയും നീങ്ങാൻ പോകുന്നത്? അവരുടെ വ്യക്തിത്വങ്ങളുടെ തനിമ ഇവിടെ അവസാനിക്കുകയല്ലേ ചെയ്യുന്നത്? ഇவ்விധമുള്ള ചോദ്യങ്ങൾക്കും ഇവിടെ പ്രസക്തിയുണ്ട്. പുതിയ തലമുറയുടെ അവ്യക്തതകൾക്കും ചോദ്യങ്ങൾക്കും വ്യക്തത വരുത്തുന്ന ഉത്തരവും സുവിശേഷത്തിലൂടെയും മംഗളവാർത്തയുടെ പശ്ചാത്തലത്തിലും നമ്മൾ കണ്ടെത്തണം. ആഗമനകാലത്തിൻ്റെ വഴിയെ നീങ്ങുമ്പോൾ ആ യാത്ര നീണ്ടുപോകാതിരിക്കുവാൻ നമ്മൾ എല്ലാവരെയും ഒപ്പം നിർത്തണം. അവരാണ് പിറക്കുന്ന പുതിയ തലമുറയുടെ വക്താക്കൾ. വാർദ്ധക്യം പ്രാപിക്കുന്ന ക്രിസ്തീയ രാജ്യങ്ങൾക്കും ഇவ்விധമുള്ള ചിന്തകളുടെ പ്രസക്തിയുണ്ട്. പിറക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പുതിയ തലമുറ ക്രമേണ ഇല്ലാതാകുന്നു. അങ്ങനെയുള്ള ക്രിസ്തീയ രാജ്യങ്ങളിലും പുതിയ തലമുറയ്ക്ക് പുതുചിന്തകളും ദർശന സാധ്യതയും നൽകാത്ത എല്ലാ സഭാസമൂഹങ്ങൾക്കും നമ്മുടെ തന്നെ സഭാസമൂഹത്തിനും ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്കും അവർ തേടുന്ന ഉത്തരങ്ങൾക്കും പ്രസക്തിയുണ്ട്. എവിടെയും അലങ്കാര നക്ഷത്രങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എവിടെയും അലങ്കാര വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. ക്രിസ്മസ് പടിവാതിൽക്കലെത്തി എന്ന് ഉറപ്പിച്ചുകൊണ്ട്. എന്നാൽ നമ്മളുടെ ഹൃദയവും മനസ്സും മംഗളവാർത്ത ശ്രവിക്കുവാൻ ഇനിയും ഉണർന്നിട്ടുണ്ടോ എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു. മംഗളവാർത്ത കേൾക്കുവാൻ മാത്രമുള്ളതല്ല, പ്രഘോഷിക്കുവാനും ഉള്ളതാണ് എന്ന ബോധ്യത്തിൽ മംഗളവാർത്തക്കാലം രണ്ടാം ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉറക്കത്തിലും ഉണർവിലും കർത്താവിൻ്റെ മാലാഖ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന കാത്തിരിപ്പിൽ ജാഗരൂകരായിരിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ വെളിപ്പെടുത്തലുകളും പുതിയ ആഴ്ചയുടെ പ്രതീക്ഷകളും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തേയിൽ, CST.